ദാ 2 പാത്രം നിറയെ, 2 പാത്രമില്ല, ഒരു പാത്രം നിറച്ച് ഇതും കണ്ടോ ബെസ്റ്റ് സ്പ്രൗട്ടഡ് റാഗിപ്പൊടി ഒരു പാത്രം നിറയെ കിട്ടി. ഒരു പാത്രത്തിൽ കുറച്ചും കിട്ടി. സ്പ്രൗട്ടഡ് റാഗിപ്പൊടി. സാധാരണ റാഗിപ്പൊടി നമ്മൾ വാങ്ങാറുണ്ട് കടയിൽ നിന്ന് വാങ്ങാം, എങ്ങനെയൊക്കെ വാങ്ങാമല്ലോ. എന്തായാലും നമുക്ക് 10 രൂപ പോലും ചിലവില്ലാണ്ട് സ്പ്രൗട്ടഡ് റാഗിപ്പൊടി ഉണ്ടാക്കി ഞാൻ കേട്ടോ. നോക്കൂ. നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ദിസ് ഈസ് റാഗി. നോക്കൂ, കുഞ്ഞു മണികൾ. പുല്ല് എന്ന് പറയും, പഞ്ഞപ്പുല്ല് എന്ന് പറയും, റാഗി എന്ന് പറയും, കോറ എന്ന് പറയും, ഒക്കെ പറയുമല്ലോ. അപ്പോൾ ഈ റാഗി കൊണ്ട് ഒരുപാട് ഉപയോഗം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ കൃഷി ചെയ്തിരുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് പുല്ലട ഉണ്ടാക്കാം, പുല്ലും പിടി ഉണ്ടാക്കാം, അതുപോലെ പുല്ലുകൊണ്ട് പലതരം സാധനങ്ങൾ ഉണ്ടാക്കാം. ഇപ്പോൾ കുറച്ചും കൂടി വിപുലീകരിച്ച സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി തുടങ്ങി. ഇത് പൊടിപ്പിച്ചിട്ട് ഇതുകൊണ്ട് സ്മൂത്തി ഉണ്ടാക്കാം. അങ്ങനെ പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എന്തായാലും നമുക്ക് ഈ റാഗി കൊണ്ട് നമുക്ക് പൊടി ഉണ്ടാക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 കിലോ റാഗി ഉണ്ട് കേട്ടോ. ഇത് 1.5 കിലോളം റാഗി ഉണ്ട്. നമുക്കിത് വെള്ളത്തിലിട്ടിട്ട് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിൽ പൊടി കളയണം. പൊടി എന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള പൊടി ഇതിൻ്റെ തന്നെ പൂവില്ലേ, ചെറിയ പൂവൊക്കെ, പൂവാത്ത പൂവ് ഇതിലുണ്ട് കിടക്കുന്നുണ്ടാവും. അതൊക്കെ നന്നായിട്ട് കഴുകി പൊടി പൂവ് എന്തൊക്കെയുള്ള കളഞ്ഞതിന് ശേഷം, അപ്പോൾ ആദ്യം തന്നെ ഈ ചെപ്പിലത്തെ റാഗി ഒന്നിച്ച് ഞാൻ ഇതിലേക്ക് ഇടാം കേട്ടോ. ഒറ്റയടിക്ക് പണി കഴിക്കാമല്ലോ. എല്ലാതും ഈ പാത്രത്തിലേക്ക് ഇട്ടു. ഒരു 1.5 കിലോ ഉണ്ടായിരിക്കും കേട്ടോ ഇത്. നമുക്കിതൊന്ന് കഴുകാം. ആദ്യം തന്നെ അതിലേക്ക് വെള്ളമൊഴിച്ച് സൂക്ഷിച്ച് കഴുകണം കേട്ടോ. ഒരു മണി പോയാൽ എടുക്കാൻ കിട്ടില്ല കേട്ടോ. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ തിരുമ്പി ചെളി ഉണ്ടെങ്കിൽ ചെളിയും പൊടിയും പൂവൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കണമെങ്കിൽ അതൊക്കെ പോട്ടെ. ഇതിന് ചെറിയ സൂക്ഷ്മമായ മണികളല്ലേ, അതുകൊണ്ട് തന്നെ ഇതിന്മേൽ നിറച്ച് കുഞ്ഞു പൂക്കളുണ്ടാവും, ഉണങ്ങിയിരിക്കുന്നുണ്ടാവും. ഇതേ കണ്ടോ, എത്ര ചണ്ടിയല്ലേ, കണ്ടോ. ഇനി വീണ്ടും ഒന്നുകൂടി വെള്ളമൊഴിച്ചിട്ട് കഴുകുക. അതാ കണ്ട മുകളിൽ പൊന്തി വരണുണ്ടോ, ഇതാണ് പൂവ് പറഞ്ഞത് ഞാൻ. നല്ല വെളിച്ചത്തേക്ക് വന്നു കേട്ടോ. വീണ്ടും നോക്കൂ, പിന്നെയും ഒരു 5-6 പ്രാവശ്യം ഇതുപോലെ കഴുകി എടുത്താൽ അതിലെ ഫുള്ള് പൂവും പൊടിയും ഒക്കെ പോവും കേട്ടോ. മണികൾ പോവാതെ ശ്രദ്ധിക്കും വേണം. ഇതിപ്പോൾ 4-ാമത്തെ 5-ാമത്തെ പ്രാവശ്യം കേട്ടോ. നോക്കൂ, ഇപ്പോൾ ക്ലീനായി. ഞാൻ കാണിച്ചു തരാം. നോക്കൂ, നമ്മളുടെ ഈ സിങ്കിലത്തെ അരിപ്പയിൽ കണ്ട അതിൻ്റെ പൂവും പൊടിയൊക്കെയാണ് കണ്ടോ. ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ 4 മണിക്ക് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ രാത്രി മുഴുവനും കുതിർന്നു. ഇപ്പോൾ സമയം 10 മണി കേട്ടോ. ഇത് വാരി വയ്ക്കാൻ പോവാണ്. വാരി വയ്ക്കാന്ന് വെച്ചാൽ ഈ അരിപ്പയിൽ ഇങ്ങനെ വെള്ളം വാറ്റിയിട്ട് ഇട്ട് വയ്ക്കാം. കുതിർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം വെച്ചാൽ മുളയ്ക്കൂല. നമ്മളിതിലത്തെ വെള്ളം ഊറ്റി കളഞ്ഞു. നനവുണ്ട്, ഇവിടെ ഇരിക്കട്ടെ. നല്ല തോർത്തും കൊണ്ട് എടുത്തിട്ട് ഞാൻ മൂടിയിടാണ്. ഇങ്ങനെ ഇരുന്നോട്ടെ. നമുക്കിനി ഇത് ഇടയ്ക്ക് ഒന്ന് വൈകുന്നേരം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലത്തെ വെള്ളം ഇതിൽ പിടിച്ചോളും, അധികമുള്ള വെള്ളം പിടിച്ചോളും. നമ്മൾ ഇന്നലെ രാവിലെ 10 മണിക്ക് ഈ തോർത്തുമുണ്ട് ചുറ്റി വെച്ചതാട്ടോ. ഇത് നോക്കൂ, വൈകുന്നേരം ആയപ്പോഴും കുറേശ്ശെ മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നേക്ക് നന്നായിട്ട് മുളച്ചു കണ്ടോ.
ഇപ്പം സമയം 1 മണിയായിട്ടാണ്, 3-ാമത്തെ ദിവസമാണ്, 1 മണിയായിട്ടുണ്ട്. ഇപ്പം നമ്മളിതിന് സ്പ്രൗട്ട് എന്നല്ലേ പറയാം, മുളപ്പിച്ചെടുത്തിന് സ്പ്രൗട്ട് എന്ന് പറയും. ഇതിന് കുറച്ചും കൂടിയും ശക്തി കൂടുതലാണ്, നല്ല സാധനമാണ് സ്പ്രൗട്ട്. അപ്പോൾ ഇത് നോക്കൂ, വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് മുളച്ചിട്ടുണ്ട്, കണ്ടോ? നല്ല ചൂടുണ്ട്. നമ്മൾ വിത്തൊക്കെ മുളപ്പിക്കുമ്പോൾ ഇതേപോലെ ചൂടുണ്ടാവും. നമുക്കതിനെ വെയിലത്ത് വെക്കാം കേട്ടോ. ഞാനത് വലിയ ഒരു ഷീറ്റിലാക്കിയിട്ട്, നല്ല ഒരു തുണിയിലാക്കിയിട്ട്, നട്ടപ്പുറം വെയിൽ, ആ സമയം 1 മണിയാണ് കേട്ടോ. ഇപ്പോൾ നിൽക്കാൻ പറ്റില്ല, ഇവിടെ ചൂടാണ്. അപ്പോൾ ഞാനതിന് ഈ തുണിയിലിട്ടിട്ട് വെയിലത്ത് വയ്ക്കുകയാണ് കേട്ടോ. ഏകദേശം ഏകദേശം അല്ല, ഇപ്പോൾ ശരിക്കും 1 മണിയാണ് കേട്ടോ. ഇത് പരത്തി വയ്ക്കാം. അടിയിൽ നിന്ന് ഈ ടൈൽസ് ചൂടായതിൻ്റെ ചൂടും മുകളിൽ നിന്ന് സൂര്യൻ്റെ നേരിട്ടുള്ള ചൂടും കൂടി ആകുമ്പോഴിത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. ഇന്നലെ പൊതിഞ്ഞ് വെച്ചിരുന്ന തോർത്തുമുണ്ടിലും കുറേ പിടിച്ചിട്ടുണ്ട് മണികൾ. അതൊക്കെ നമുക്ക് അതിലേക്ക് തട്ടിയിടാം കേട്ടോ. ഇനി ഇതൊക്കെ വെയിലത്ത് തന്നെ ഇരുന്നോട്ടെ, തുണിയും പാത്രമൊക്കെ. ഇനി നമ്മൾ ഇട്ടേക്കണ തുണി ഉണ്ടല്ലോ, അത് ചിലപ്പോൾ കാറ്റത്ത് പറക്കാണ്ടിരിക്കാനായിട്ട് അത് ചുറ്റും കല്ലോ അങ്ങനെ എന്തെങ്കിലും വെക്കാം കേട്ടോ. കല്ലൊക്കെ വെച്ചു. ദേ വൈകുന്നേരമായിട്ടോ ഞാനത് എടുത്തു കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവച്ചു. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, സൂപ്പറായിട്ട് ഉണങ്ങി കേട്ടോ. ഇത് നാളേക്ക് ഞാൻ വെക്കുന്നില്ല, ഇപ്പം തന്നെ പൊടിക്കാൻ പോവുക. എന്താ പൊടിച്ചൂടെ? നമ്മളുടെ മിക്സിയുടെ പൊടിക്കണ ജാറില്ലേ, ഗ്രൈൻഡർ ചെയ്യണ ആ ജാറിലേക്ക് ഇത് ഇടാൻ പോവാണ്. കണ്ടോ, സൂപ്പറായിട്ട്. ഇപ്പം രാത്രി 10 മണിയാണ് കേട്ടോ ഇപ്പം സമയം. ഞാൻ ഇത് പൊടിച്ച് വച്ചിട്ടേ ഇന്ന് ഉറങ്ങുള്ളൂ. അങ്ങനെ ഫുള്ളും പൊടിച്ചു പരന്ന ഈ പാത്രത്തിലാക്കി വെച്ചു. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പൊടിയുടെ ചൂടൊക്കെ ആറിയിട്ടോ. ഇനി നമുക്കതിനെ പാത്രത്തിലേക്ക് ആക്കാം. ചൂടോടുകൂടി ഇടുകയാണെങ്കിൽ നമ്മൾ അടയ്ക്കാൻ പാടില്ല, തുണി കൊണ്ട് അങ്ങനെ അടയ്ക്കണം. ആവി നിന്നാൽ ചിലപ്പോൾ ഒരു ആവി വെള്ളമൊക്കെ വന്നാലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? നമുക്ക് ആവശ്യമുള്ള പൊടിയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക. ഇത്ര നല്ല വെയിലുള്ളപ്പോൾ നമ്മളതിനെ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാം. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പൊടി റെഡിയാവും. പിന്നെ ഒരു ദിവസം ഇത് ഇങ്ങനെ കുതിർത്താനൊക്കെ വച്ചിട്ടുണ്ട് നമ്മൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സ്വയമേവ നമുക്കുള്ള സാധനം നമ്മൾ ശുചിയായി ഉണ്ടാക്കി അധികം പൈസ ഒന്നും ചിലവാക്കാണ്ട് സുന്ദരമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കാം. ഇത്ര നല്ല വെയിലുണ്ടായിട്ട് നമ്മളിതൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ് കേട്ടോ. ഓക്കേ.